പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് സ്തംഭിച്ചിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നും സഭയിലെത്തിയിട്ടില്ല. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ അമിത്ഷാ സഭയിൽ മറുപടി പറയുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അമിത്ഷായെ കൊണ്ട് പ്രസ്താവന നടത്താൻ സ്പീക്കർ ഇടപെടണമെന്ന് കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇല്ലാത്ത സഭയിൽ എന്തു ചർച്ച ചെയ്യാനാണ് എന്ന് സന്തോഷ് കുമാർ MP ചോദിച്ചു. വർഷകാല സമ്മേളനം അവസാനിക്കാൻ 3 ദിവസം മാത്രം ശേഷിക്കെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ അവഗണിച്ച് അമിത്ഷാ ഇന്നും സഭയിൽ എത്തിയില്ല. ഇതോടെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് പ്രതിഷേധമായി ഇറങ്ങിയതോടെ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. വിദ്യാർത്ഥികളുടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും അമിത്ഷാ മറുപടി പറയുമെന്നും കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. सरकार छात्र को लेकर के पूर्ण रूप से विस्तार से चर्चा के लिए तैयार है और पूरा जवाब देने के लिए तैयार है. പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അമിത്ഷാ മറുപടി പറയണമെന്ന് സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച കത്തിൽ കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. രാജ്യസഭയിൽ മലയാളത്തിൽ സംസാരിച്ച സന്തോഷ് കുമാർ MP പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ ഇല്ലാതെ എങ്ങനെ ഈ സംവിധാനം മുന്നോട്ട് പോകും എന്ന ചോദ്യം ഉന്നയിച്ചു. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിൽ നിന്ന് കേരളം ആക്കുന്ന ബിൽ അടക്കം 2 ബില്ലുകൾ അമിത്ഷായുടെ പേരിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. അമിത്ഷായുടെ അഭാവത്തിൽ കേരളം ബിൽ സഹമന്ത്രി നിത്യാനന്ദ റായും സഹകരണ ഭേദഗതി ബിൽ സഹമന്ത്രി മുരളീധർ മഹോളും അവതരിപ്പിച്ചു. രാവിലെ പാർലമെന്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് പാർലമെന്റ് കവാടത്തിലും പ്രതിപക്ഷ MP മാർ പ്രതിഷേധിച്ചു. റിപ്പോർട്ടർ, ദില്ലി.